അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ലേണിംഗ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അതായത് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ മെഡിക്കൽ കോഡിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ടായ ICD, അതായത് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. അപ്പോൾ ആ സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ആണ് കൺവെൻഷണൽ കോഡിംഗ് ഗൈഡ് ലൈൻസ് ആണ് ഞാൻ ഇന്ന് പറയുന്നത്. അതിനു മുന്നേ നമുക്ക് ICD ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ICDയുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ICD-10 CM കോഡ്സ് ആണ്. അപ്പോൾ ICD-10 CM കോഡ്സ് എന്ന് വെച്ചാൽ 10th റിവൈസ്ഡ് എഡിഷൻ ഓഫ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. CM എന്ന് വെച്ചാൽ ക്ലിനിക്കലി മോഡിഫൈഡ് എന്നാണ്. നമ്മുടെ ICDയുടെ ടെക്സ്റ്റ് ബുക്ക് പീരിയോഡിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ക്ലിനിക്കൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റാണ് നമ്മുടെ ICDയുടേത്. നമ്മുടെ ICDയുടെ ടെക്സ്റ്റ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് WHO ആണ്, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് നമ്മുടെ ICDയുടെ ടെക്സ്റ്റ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും പുതുതായിട്ട് കോഡ് ആഡ് ചെയ്യേണ്ടതോ ഡിലീറ്റ് ചെയ്യേണ്ടതോ ഒക്കെ ഉള്ള കണ്ടീഷനിൽ അതിന് അപ്രൂവൽ കൊടുക്കുന്നത് WHO ആണ്. ഇപ്പോൾ തന്നെ നമ്മുടെ കൊറോണയൊക്കെ ഉണ്ടല്ലോ, ഒരു 2 years മുന്നേ കൊറോണയെ കുറിച്ചിട്ടൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ കണ്ടുപിടിച്ച ഒരു അസുഖമാണ് കൊറോണ. അപ്പം COVID-19 അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ പുതിയ കുറേ കോഡ്സുകൾ വന്നിട്ടുണ്ട്. ഇതും കൂടി നമ്മുടെ ICD ടെക്സ്റ്റ് ബുക്ക് ഉടനെ തന്നെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അങ്ങനെ ക്ലിനിക്കലി ആയിട്ട് പീരിയോഡിക്കായിട്ട് നമ്മുടെ ICDയുടെ ടെക്സ്റ്റ് ബുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, പുതിയ കോഡ്സ് ആഡ് ചെയ്യുന്നുണ്ട്, ചില കോഡ്സ് ഡിലീറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഗൈഡ് ലൈൻസ് 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കൺവെൻഷണൽ കോഡിംഗ് ഗൈഡ് ലൈൻസും ജനറൽ കോഡിംഗ് ഗൈഡ് ലൈൻസും പിന്നെ ചാപ്റ്റർ സ്പെസിഫിക് കോഡിംഗ് ഗൈഡ് ലൈൻസും. ഇതിൽ കൺവെൻഷണൽ കോഡിംഗ് ഗൈഡ് ലൈൻസ് ആണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ജനറൽ കോഡിംഗ് ഗൈഡ് ലൈൻസ് ഹിസാന ആയിരിക്കും എടുക്കുന്നത്. പിന്നെ ചാപ്റ്റർ സ്പെസിഫിക് നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ഉള്ള ഗൈഡ് ലൈൻസ് ആണ്, അത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും. ഈ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കോഡ് എടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. നമുക്ക് ഗൈഡ് ലൈൻസ് മാത്രമേ പഠിച്ചു വെക്കാനുള്ളൂ. അതായത് നമുക്ക് കോഡ്സ് ഒന്നും ഒരിക്കലും ഫുള്ളായിട്ട് കാണാതെ പഠിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഹിസാന പറഞ്ഞിരുന്നു, CPC എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് എക്സാം ആണ്. അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കി കോഡ്സ് എടുക്കാം. അപ്പം എങ്ങനെയാണ് കോഡ്സ് എടുക്കേണ്ടത് എന്ന് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അത് തന്നെയാണ് നമ്മൾ ഗൈഡ് ലൈൻസ് പഠിക്കുന്നത്. അപ്പോൾ ഗൈഡ് ലൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇത് അതിൻ്റെ ബേസിക് ആണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം. അതുപോലെ തന്നെ ഓരോ ഗൈഡ് ലൈൻസും പറഞ്ഞു കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നും കൂടി ഞാൻ കാണിച്ചു തരും. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമ്മുടെ ICDയുടെ ടെക്സ്റ്റ് ബുക്ക് 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. 2 പാർട്ടാണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ആൽഫബറ്റിക്കൽ ഇൻഡെക്സും ടാബുലാർ ലിസ്റ്റും. ഇനി നമ്മുടെ ആൽഫബറ്റിക്കൽ ഇൻഡെക്സിനകത്ത് 4 സെക്ഷൻസ് ഓഫ് കോഡ്സ് ആണുള്ളത്. 4 സെക്ഷൻസ് ഓഫ് കോഡ്സ് ആണ് നമ്മുടെ ആൽഫബറ്റിക്കൽ ഇൻഡെക്സിലുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ടേബിൾ ഓഫ് ഡിസീസസ് ആൻഡ് ഇഞ്ചുറി. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ICD എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡിസീസസിൻ്റെ കോഡ്സ് എടുക്കാനാണ്. നമ്മുടെ ഫീവർ, ബ്രോങ്കൈറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, കിഡ്നി ഫെയിൽ, അങ്ങനെ ഒരുപാട് ഡിസീസസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിസീസസിൻ്റെ കോഡ്സ് എടുക്കുന്നതാണ് സെക്ഷൻ. അപ്പം ഇൻഡെക്സ് ഓഫ് ഡിസീസസ് ആൻഡ് ഇഞ്ചുറി ആണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ. സെക്കൻഡ് എന്ന് പറയുന്നത് ഇൻഡെക്സ് ഓഫ് എക്സ്റ്റേണൽ കോസസ് ഓഫ് ഇഞ്ചുറി. ഇത് പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഇഞ്ചുറി, അതിൻ്റെ കോഡ്സാണ് നമ്മൾ സെക്കൻഡ് സെക്ഷനിൽ നിന്ന് എടുക്കുന്നത്. അതായത് നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റി, അല്ലെങ്കിൽ നമ്മൾ സ്പോർട്സ് ഇഞ്ചുറി, നമ്മൾ ഓടുമ്പോൾ മറിഞ്ഞു വീഴുന്നു, പുറത്തുനിന്നുള്ള ഒരു കാരണം കൊണ്ട്, ഒരു നാച്ചുറൽ കലാമിറ്റി, ഒരു എൻവയൺമെൻറ്റ് എന്തെങ്കിലും ഒരു കലാമിറ്റി കൊണ്ട് ഉണ്ടാകുന്ന നമുക്കൊരു ഇഞ്ചുറി ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ ഇത് പുറത്തുനിന്നുള്ള എന്തെങ്കിലും കാരണം, സൂയിസൈഡ്, അതൊക്കെ നമ്മുടെ ഈ ഒരു എക്സ്റ്റേണൽ കോസസിലാണ് വരുന്നത്. പുറത്തുനിന്നുള്ള കാരണം കൊണ്ടുണ്ടാകുന്ന ഇഞ്ചുറീസ്, അതാണ് നമ്മുടെ സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് ആൽഫബറ്റിക്കൽ ഇൻഡെക്സിൽ. ഇനി തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ടേബിൾ ഓഫ് നിയോപ്ലാസം ആണ്. അതായത് നിയോപ്ലാസം എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഡിസീസസ്, ക്യാൻസറസ് ആയിട്ടുള്ള ഡിസീസസ്. അപ്പോൾ ക്യാൻസർ അതിൻ്റെ ഡിസീസസ്, അതിൻ്റെ മാലിഗ്നൻസി പ്രൈമറി ആണോ സെക്കൻഡറി, അതിനൊക്കെയുള്ള കോഡ്സ് ആണ് നമ്മൾ തേർഡ് സെക്ഷനായി ടേബിൾ ഓഫ് നിയോപ്ലാസത്തിൽ നിന്ന് എടുക്കുന്നത്. ഇനി ഫോർത്ത് സെക്ഷൻ എന്ന് പറയുന്നത് ടേബിൾ ഓഫ് ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ് ആണ്. നമ്മുടെ ഡ്രഗ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ അസറ്റാമിനോഫിൻ അല്ലെങ്കിൽ അമോക്സിലിൻ, അങ്ങനെ ഒരുപാട് ഡ്രഗ്സ് ഉണ്ട്. ആ ഡ്രഗ്സിൻ്റെയും കെമിക്കൽസിൻ്റെയും അതിൻ്റെ ഉപയോഗം കൂടുമ്പോൾ ഉണ്ടാകുന്നത് ഓവർഡോസ്, അണ്ടർഡോസ്, അതിൻ്റെ പോയിസണിങ്, അതിൻ്റെയൊക്കെ കോഡ്സാണ് നമ്മൾ ഫോർത്ത് സെക്ഷനിൽ നിന്ന് എടുക്കുന്നത്.
ഇനി നമ്മുടെ ടാബുല ലിസ്റ്റിൽ കോഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബോഡി സിസ്റ്റം ആൻഡ് കണ്ടീഷൻ്റെ ബേസിസിലാണ്. അതായത് നമ്മുടെ ഓരോ ബോഡി സിസ്റ്റം ഉണ്ടല്ലോ, ഡൈജസ്റ്റീവ് സിസ്റ്റം അതിൻ്റെ കോഡ്സ് എല്ലാം ഒരു സെക്ഷൻ, നെർവസ് സിസ്റ്റം അതിൻ്റെ കോഡ്സ് വേറൊരു സെക്ഷൻ, അങ്ങനെ ഓരോ ബോഡി സിസ്റ്റത്തിൻ്റെ കോഡ്സ് ആയിട്ടാണ് നമ്മൾ ടാബുല ലിസ്റ്റിൽ കോഡ്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ആൽഫബറ്റിക്കൽ 2 സെക്ഷനാണ് ICTയുടെ ടെക്സ്റ്റ് ബുക്ക്, ആൽഫബറ്റിക്കൽ ഇൻഡെക്സും ടാബുല ലിസ്റ്റും. ആൽഫബറ്റിക് ഇൻഡെക്സിൽ 4 സെക്ഷൻ ഉണ്ട്. അതൊക്കെ ഇൻഡെക്സ് ഓഫ് ഡിസീസസ് ആൻഡ് ഇഞ്ചുറി, ഇൻഡെക്സ് ഓഫ് എക്സ്റ്റേണൽ കോസ് ഓഫ് ഇഞ്ചുറി, പുറത്തുനിന്നുള്ള കാരണം കൊണ്ടുണ്ടാകുന്നു, പിന്നെ നിയോപ്ലാസം, ക്യാൻസർ ഡിസീസസ്, പിന്നെ ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ്, ഡ്രഗ്സിൻ്റെയും കെമിക്കൽസിൻ്റെയും. അത്രയാണ് ഇപ്പോൾ 4 സെക്ഷൻ എന്ന് പറയുന്നത്. ടാബുല ലിസ്റ്റിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? ബോഡി സിസ്റ്റത്തിൻ്റെ ബേസിസിലായിരിക്കും. നെർവ് സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, സ്കെലറ്റൽ സിസ്റ്റം, അങ്ങനെ നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അങ്ങനെ സിസ്റ്റത്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ടാബുല ലിസ്റ്റിൽ കോഡ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ്ട് ഇത് നമ്മുടെ ICTയുടെ ടെക്സ്റ്റ് ബുക്കാണ്. നമ്മുടെ ആൽഫബറ്റിക്കൽ ഇൻഡെക്സ് ആണ്. പറഞ്ഞിരുന്നു എന്താണ് ആൽഫബറ്റിക്കൽ ഇൻഡെക്സിൽ 4 സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സെക്ഷൻ ഇതാണ്, ഇൻഡെക്സ് ടു ഡിസീസസ് ആൻഡ് ഇഞ്ചുറീസ്. ഇൻഡെക്സ് ടു ഡിസീസസ് ആൻഡ് ഇഞ്ചുറീസ്, ഇതിനകത്താണ് നമ്മുടെ ഡിസീസസിൻ്റെ ഏതാണ്ട് കോഡ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇതാണ്ട് അബ്ഡോമിൻ, അബറാക്സ്, അബറേഷൻ, ഡിസീസസും അതിൻ്റെ കോഡ്സുമാണ് ഈ സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ എന്തുവാന്നാണ് പറഞ്ഞത്? ടേബിൾ ഓഫ് നിയോപ്ലാസം. നിയോപ്ലാസത്തിൻ്റെ ടേബിളാണ്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടേബിൾ ഓഫ് നിയോപ്ലാസം, നമ്മുടെ സെക്കൻഡ് സെക്ഷനായ ടേബിൾ ഓഫ് നിയോപ്ലാസം. അതായത് ക്യാൻസറിൻ്റെ കോഡ്സൊക്കെ അതാണ്ടേ. പ്രൈമറി മാലിഗ്നൻസി ആണോ, സെക്കൻഡറി മാലിഗ്നൻസി ആണോ, അതിൻ്റെ സൈറ്റ് ബെനൈൻ ആണോ, അതിൻ്റെ അൺസർട്ടൻ ബിഹേവിയർ, അൺസ്പെസിഫൈഡ് ബിഹേവിയർ, ഇതെല്ലാം നോക്കിയിട്ട് ഓരോ സൈറ്റ് നോക്കി നമ്മൾ ഇതിൽ ഏതാണെന്ന് വെച്ചാൽ കോഡ്സ് കണ്ടുപിടിക്കും. അതാണ് സെക്കൻഡ് പാർട്ട്, ടേബിൾ ഓഫ് നിയോപ്ലാസം. ഇനി തേർഡ് പാർട്ട് എന്തുവാ? ടേബിൾ ഓഫ് ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ് ഉണ്ട്. ഡ്രഗ്സിൻ്റെയും കെമിക്കൽസിൻ്റെയും ടേബിൾ ഓഫ് ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ് ആണ്. പ്രൊപ്പനോൾ, 2-പ്രൊപ്പനോൾ, അതിൻ്റെ ഓരോ ഡ്രഗ്സും, അതിൻ്റെ പോയ്സണിങ്, ആക്സിഡൻറ്റൽ, പോയ്സണിങ് ആണോ, ഇൻറ്റൻഷണൽ ആണോ, സെൽഫ് ഹാം, പോയ്സണിങ്, അസോൾട്ട്, പോയ്സണിങ്, അൺഡിറ്റർമിൻ, അഡ്വേഴ്സ് എഫക്റ്റ്, അണ്ടർ ഡോസിങ്, ഇത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കോഡ് ചെയ്യേണ്ടത്. അതിനകത്ത് നോക്കി ഓരോ കോഡ്സ് എടുക്കും. ഇതാണ് നമ്മുടെ ടേബിൾ ഓഫ് ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ്. ഇനിയുള്ള ഏത് സെക്ഷനാണ്? എക്സ്റ്റേണൽ കോസ് ഓഫ് ഇഞ്ചുറി. അതാണ്ട് ഇൻഡെക്സ് ടു എക്സ്റ്റേണൽ കോസസ്. അതാണ്ട് നമ്മുടെ ഫോർത്ത് സെക്ഷൻ, ഇൻഡെക്സ് ടു എക്സ്റ്റേണൽ കോസസ് ഓഫ് ഇഞ്ചുറീസ്. അതായത് പുറത്തുനിന്നുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഡിസീസസ്, അതിൻ്റെ കോഡ്സാണ് അതാണ്ട് ഈ സെക്ഷനിലുള്ളത്. ഈ സെക്ഷനാണ്. അങ്ങനെ 4 സെക്ഷനായിട്ടാണ് നമ്മുടെ ആൽഫബറ്റിക്കൽ ഇൻഡെക്സ് ഡിവൈഡ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മളൊരു കോഡ് എങ്ങനെയാണ് എടുക്കേണ്ടത്? അതായത് നമുക്കൊരു ഡിസീസ് കണ്ടീഷൻ കോഡ് ചെയ്യണം. കോഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആൽഫബറ്റിക്കൽ ഇൻഡെക്സിൽ പോയിട്ട് ആ കോഡ് കണ്ടുപിടിക്കണം. ഇപ്പോൾ കഫിൻ്റെ കോഡാണ് R05 എന്ന് പറഞ്ഞു. അപ്പോൾ കഫിൻ്റെ കോഡാണ്. അപ്പോൾ നമ്മൾ ആൽഫബറ്റിക്കൽ ഇൻഡെക്സിൽ നോക്കുമ്പോൾ R05 എന്ന് കിടക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും? R05 എന്ന് അങ്ങ് കോഡ് ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമുക്ക് ആൽഫബറ്റിക്കൽ ഇൻഡെക്സിൽ നിന്ന് ഒരു കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? R05 നമ്മൾ നേരെ പോയിട്ട് ടാബുല ലിസ്റ്റ് എടുത്തിട്ട് R05 കഫ് ആണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യും. അതിനകത്ത് പോയി R05 എന്നുള്ളത് കഫ് തന്നെയാണോ എന്ന് നമ്മൾ കൺഫേം ചെയ്തിട്ടേ നമ്മൾ അത് കോഡ് ചെയ്യാവൂ. ഒരിക്കലും പോയിട്ട് ആൽഫബറ്റിക്കൽ ഇൻഡെക്സ് മാത്രം വെച്ചിട്ട് കോഡ്സ് കണ്ടുപിടിച്ച് നമ്മൾ എഴുതി വെക്കരുത്. ആദ്യം ആൽഫബറ്റിക്കൽ ഇൻഡെക്സിൽ നിന്ന് കോഡ് കണ്ടുപിടിച്ചതിന് ശേഷം ടാബുല ലിസ്റ്റിൽ പോയി ആ കോഡ് തന്നെയാണോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷമേ നമ്മൾ കോഡ് ഡോക്യുമെന്റ് ചെയ്യാവൂ. ഇനി നമുക്ക് കോഡ് എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. ഒരു കോഡ് എങ്ങനെയാണ് എടുക്കുന്നത്? ഇപ്പം ഞാനൊരു ഫീവറിൻ്റെ കോഡ് എടുത്ത് കാണിച്ചു തരാം. നമുക്ക് ഫീവറിൻ്റെ കോഡാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആൽഫബറ്റിക്കൽ ഇൻഡെക്സിൽ പോയിട്ട് ആൽഫബറ്റിക്കൽ ഇൻഡെക്സ് എങ്ങനെ? ആൽഫബറ്റിക്കൽ ഓർഡറാണ്, ABCD. അപ്പം അപ്പോൾ F എടുക്കണം അല്ലേ? നമുക്ക് ഫീവറിൻ്റെ കോഡാണ് വേണ്ടത്. അപ്പം F എടുക്കണം. നമ്മൾ F എടുത്തു. Fനകത്ത് FEVER, ഫീവർ നോക്കണം. ഞാൻ ഫീവറിൻ്റെ കോഡ് ഏതാണെന്ന് നോക്കാം. ഫീവർ, FEVER, ഫീവർ. നമുക്ക് എന്ത് ഫീവർ എന്നൊരു സ്പെസിഫിക്കേഷൻ ഒന്നുമില്ല, വെറും ഫീവറിൻ്റെ ഒരു കോഡ് മതി. അപ്പോൾ ഫീവറിൻ്റെ നേരെ കിടക്കുന്ന കോഡ് ഏതാണ്? R50.9. നമുക്ക് വേറെ ഒന്നും സ്പെസിഫിക്കേഷൻ ഒന്നുമില്ല. അപ്പോൾ R50.9 എന്നാണ് ഫീവറിൻ്റെ കോഡ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
ആൽഫബറ്റിക്കൽ ഇൻഡെക്സിൽ നിന്ന് നമ്മൾ കോഡ് കണ്ടുപിടിച്ചു. ഇനി ടാബുല ലിസ്റ്റ്, നമ്മുടെ ടാബുല ലിസ്റ്റിൻ്റെ ടെക്സ്റ്റാണിത്. അപ്പോൾ ടാബുല ലിസ്റ്റിൻ്റെ ടെക്സ്റ്റിൽ പോയിട്ട് R50.9 ഫീവർ ആണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യണം. അതും നമ്മൾക്കിപ്പം ആറിൻ്റെ കോഡ്സ് എവിടെയാണെന്ന് നോക്കണം. EFGHJKLMNOPQR. ആണ്ടേ ഞാനിപ്പോൾ ആറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. Q ആണ്ടേ നമുക്ക് ആറിൻ്റെ കോഡ്സൊക്കെ കിടക്കുന്നിടം കിട്ടിയിട്ടുണ്ട്. അപ്പം R50.9 എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ R50.6ൻ്റെയൊക്കെ കോഡ്സ് ഇതാണ്ടേ ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ഈ ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് ആറിൻ്റെ കോഡ്സ് കിട്ടുന്നത്. സിംറ്റംസ്, സൈൻസ് ആൻഡ് അബ്നോർമൽ ക്ലിനിക്കൽ ആൻഡ് ലബോറട്ടറി ഫൈൻഡിങ്സ് നോട്ട് എൽസ്വെയർ ക്ലാസിഫൈഡ്. ഇവിടെയാണ് ഇതാണ്ട് 600 തൊട്ടുള്ള 699 വരെയുള്ള കോഡ്സ് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. നമുക്ക് ഫീവറിൻ്റെ കോഡ് R50.9 എന്നാണ് നമ്മൾ ആൽഫബറ്റിക്കൽ ഇൻഡെക്സിൽ നിന്ന് കണ്ടുപിടിച്ചത്. അത് കറക്റ്റാണോ എന്ന് നമ്മളിവിടെ വന്ന് നോക്കണം. R50.9 50.9 അല്ലേ? 50.9 താണ്ടേ ഫീവർ അൺസ്പെസിഫൈഡ്. നമുക്ക് സ്പെസിഫിക്കേഷൻ ഒന്നുമില്ല, എന്ത് ഫീവറാണെന്ന് പറഞ്ഞിട്ടില്ല, വെറും ഫീവർ. അപ്പോൾ നമ്മൾ താണ്ടേ കൺഫേം ചെയ്തു. R50.9 ഫീവറാണെന്ന് നമ്മൾ ടാബുല ലിസ്റ്റിൽ വന്നിട്ട് കൺഫേം ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കോഡ് എടുക്കുന്നത്. ഇനിയുള്ളതെന്ന് വെച്ചാൽ സെക്കൻഡ് ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് ഫോർമാറ്റ് ആൻഡ് സ്ട്രക്ചർ ആണ്. നമ്മൾ ഓരോ കോഡിന് മിനിമം 3 ക്യാരക്ടേഴ്സ് ആണുള്ളത്. നമ്മൾ ഓരോ വേർഡിന് ഓരോ ക്യാരക്ടർ എന്നാണ് പറയുന്നത്. കഫിൻ്റെ കോഡാണ് R05 എന്നാണ്. അപ്പോൾ R എന്ന് പറയുന്നത് നമ്മുടെ കോഡിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ ആണ്, ഓ സെക്കൻഡ് ക്യാരക്ടർ. 5 എന്ന് പറയുന്നത് തേർഡ് ക്യാരക്ടർ. അപ്പോൾ ഓരോ വേർഡിനെയും നമ്മൾ ക്യാരക്ടർ എന്നാണ് പറയുന്നത്. ഒരു കോഡിന് മിനിമം 3 ക്യാരക്ടറും മാക്സിമം 7 ക്യാരക്ടർ വരെ ആകാം. അതായത് ഒരു കോഡ് എന്ന് വെച്ചാൽ 3 ക്യാരക്ടേഴ്സ് എങ്കിലും വേണം. മിനിമം എന്ന് പറയുന്നത് 3 ക്യാരക്ടർ ആണ്. അപ്പം മാക്സിമം ഒരു കോഡ് എന്ന് പറഞ്ഞാൽ 7 ക്യാരക്ടേഴ്സ് വരെ ആകാം. അപ്പം മിനിമം 3 ക്യാരക്ടേഴ്സും മാക്സിമം 7 ക്യാരക്ടേഴ്സും. അപ്പോൾ ഈ ഫസ്റ്റ് 3 ക്യാരക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ കാറ്റഗറിയെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കാറ്റഗറി, അതായത് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോ കാറ്റഗറി കോഡ്സ് ആണ്. അതായത് ഇപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് എഫക്റ്റ് ചെയ്യുന്നതെല്ലാം ഒരു കാറ്റഗറി, നെർവസ് സിസ്റ്റം വേറെ കാറ്റഗറി, അങ്ങനെ ഓരോ കാറ്റഗറി. ഇപ്പോൾ ഏത് കാറ്റഗറി എന്നുള്ളതാണ് ഫസ്റ്റ് ത്രീ ക്യാരക്ടേഴ്സ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 ക്യാരക്ടേഴ്സ് കഴിഞ്ഞ് 4, 5, 6 അപ്പോൾ 3 ക്യാരക്ടർ. അപ്പോൾ ഇനി ഫോർത്ത് ആയിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് വെച്ചപ്പോൾ 3 ക്യാരക്ടേഴ്സ് കഴിഞ്ഞ് വരുന്നതും നമ്മളൊരു ഡോട്ട് കൊടുക്കും. ഈ 3 ക്യാരക്ടർ കഴിഞ്ഞ് ഒരു ഫോർത്ത് ക്യാരക്ടറും കൂടി വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോട്ട് കൊടുത്തിട്ടായിരിക്കും ഫോർത്ത് ക്യാരക്ടർ ഏതാണ് എന്നുള്ളത് എഴുതുന്നത്. 4, 5, 6 3 കഴിഞ്ഞിട്ടേ ഉള്ളു ഡോട്ട്, പിന്നുള്ളത് നമുക്ക് ഒരുമിച്ച് എഴുതാം, പിന്നെ ഡോട്ട് ഇടണ്ട. 3 ക്യാരക്ടർ എന്ന് പറയുന്നതാണ് അതിൻ്റെ കാറ്റഗറി. അപ്പോൾ അതിൻ്റെ കാറ്റഗറി കോഡ് കഴിഞ്ഞ് 4th, 5th, 6th വരുന്നെങ്കിൽ തേർഡ് ക്യാരക്ടർ കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് ഇടണം. എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എഴുതുന്നത്. ഫസ്റ്റ് 3 ക്യാരക്ടേഴ്സിനെ നമ്മൾ കാറ്റഗറി കോഡ്സ് എന്നാണ് പറയുന്നത്. ഇനി 4th, 5th ഉണ്ടെങ്കിൽ അത് കോഡിൻ്റെ സബ് കാറ്റഗറിയാണ് അത്. ഇനി 4th എന്ന് പറയുന്നത് സബ് കാറ്റഗറീസ് ആയിട്ടാണ്. ഇനി ഫസ്റ്റ് 3 ആണ് അതിൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത്. ഫസ്റ്റ് 3യും നമ്മൾ കാറ്റഗറി എന്ന് പറയും. ഇനി ഫോർത്ത് പ്ലേസിന് നമ്മൾ അതിൻ്റെ ഇറ്റിയോളജി എന്നാണ് പറയുന്നത്. ഈ ഫോർത്ത് ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഫോർത്ത് ക്യാരക്ടർ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇറ്റിയോളജി, അതായത് കോസിങ് ഫാക്ടർ, എന്ത് കാരണം കൊണ്ടാണ് ആ ഡിസീസസ് ഉണ്ടായത്, അതിൻ്റെ കോസിങ് ഫാക്ടറിനെയാണ് നമ്മൾ ഇറ്റിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഫോർത്ത് ക്യാരക്ടർ ഡിനോട്ട് ചെയ്യുന്നത് ഇറ്റിയോളജിയാണ്. ഫസ്റ്റ് 3 ക്യാരക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ കാറ്റഗറിയാണ്. അത് ഏത് കാറ്റഗറി എന്നുള്ളതാണ് ഫസ്റ്റ് 3 ഡിനോട്ട് ചെയ്യുന്നത്. ഫോർത്ത് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇറ്റിയോളജി, കോസിങ് ഫാക്ടർ. ഇനി ഫിഫ്ത്ത് ക്യാരക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ലൊക്കേഷൻ, അതായത് എഫക്റ്റഡ് പാർട്ട്. അപ്പോൾ ഏത് ലൊക്കേഷൻ, എവിടെയാണ് നമുക്ക് ആ ഡിസീസസ് എഫക്റ്റ് ചെയ്തത്. ഇപ്പോൾ ഹേർട്ടിലാണെങ്കിൽ എവിടെയാണ് ഹേർട്ട്, അല്ലെങ്കിൽ ലങ്സ്, അങ്ങനെയൊക്കെ ഒരു ബോഡി സിസ്റ്റം ഉണ്ടല്ലോ, ബോഡി പാർട്ട്, എവിടെയാണ് എഫക്റ്റ് ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ ഫിഫ്ത്ത് ക്യാരക്ടർ സൂചിപ്പിക്കുന്നത്, ലൊക്കേഷൻ. ഇനി 6th ക്യാരക്ടർ എന്ന് പറയുന്നത് ലാറ്ററാലിറ്റി ആണ്. 6th ക്യാരക്ടർ ഡിനോട്ട് ചെയ്യുന്നത് ലാറ്ററാലിറ്റി ആണ്. ലാറ്ററാലിറ്റി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, ഏത് സൈഡാണ്, ലെഫ്റ്റ് സൈഡിലാണോ എഫക്റ്റ് ചെയ്തിരുന്നത് അതോ റൈറ്റ് സൈഡാണോ എഫക്റ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ലാറ്ററാലിറ്റിയാണ് 6th ക്യാരക്ടർ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി 7th ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ, അതായത് നമ്മളൊരു
ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയാണ്, ഒരു ഫ്യൂച്ചർ എക്സ്പാൻഷൻ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 7th ക്യാരക്ടർ ഉണ്ട്. അത് 7th ക്യാരക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ആൽഫബറ്റ് ആയിരിക്കും. A അല്ലെങ്കിൽ D അല്ലെങ്കിൽ S എന്നുള്ള ആൽഫബറ്റ്സിനെ ആയിരിക്കും 7th ക്യാരക്ടർ സൂചിപ്പിക്കുന്നത്. അതൊരു ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയുള്ളതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഒരു ചാപ്റ്റർ വൈസ് പറഞ്ഞു പോകുമ്പോൾ മനസ്സിലാവും 7th ക്യാരക്ടർ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി ഇൻക്ലൂഡ്സ്, ഇപ്പോൾ ഒരു കോഡിന്റെ കൂടെ ഇൻക്ലൂഡ്സ് നോട്ട് കൊടുത്താൽ ആ കോഡിന്റെ താഴെയുള്ള എല്ലാ കണ്ടീഷനും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ആ കോഡിനകത്ത് ആ കണ്ടീഷൻസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് എന്നാണ് അർത്ഥം. ഒരു കോഡിന്റെ കൂടെ ഇൻക്ലൂഡ്സ് നോട്ട് കൊടുത്താൽ അതിന്റെ ആ ബിലോ കൊടുത്തിരിക്കുന്ന എല്ലാ നോട്ടും ആ കോഡിനകത്ത് ഇൻക്ലൂഡഡ് ആണ് എന്നാണ് അർത്ഥം. ഇനി എക്സ്ക്ലൂഡ്സ് 1, ഇപ്പൊ എക്സ്ക്ലൂഡിനകത്ത് 2 എണ്ണം ഉണ്ട്. എക്സ്ക്ലൂഡ്സ് 1 ഉണ്ട്, എക്സ്ക്ലൂഡ് 2 ഉണ്ട്. ഇപ്പൊ എക്സ്ക്ലൂഡ് 1 ആണെങ്കിൽ നമ്മൾ മെയിൻ കോഡിന്റെ കൂടെ ഒരിക്കലും ആ കണ്ടീഷൻ, ആ എക്സ്ക്ലൂഡ്സ് 1 നോട്ട് കൊടുത്തിരിക്കുന്ന കോഡ് ഒരിക്കലും മെയിൻ കോഡിന്റെ കൂടെ കോഡ് ചെയ്യരുത്. ഏത് കണ്ടീഷനിലാണെങ്കിലും ആ കോഡ് ഇതിന്റെ കൂടെ എക്സ്ക്ലൂഡ് 1 നോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് മെയിൻ കോഡിന്റെ കൂടെ കോഡ് ചെയ്യരുത്. ഇനി എക്സ്ക്ലൂഡ്സ് 2 ആണെങ്കിൽ, എക്സ്ക്ലൂഡ്സ് 2 എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ കേസിൽ ഒരിക്കലും നമ്മൾ മെയിൻ കോഡിന്റെ കൂടെ കോഡ് ചെയ്യത്തില്ല. ചില കണ്ടീഷൻസിൽ ഇപ്പോൾ ഡോക്ടറിന്റെ പ്രത്യേക ഡോക്യുമെന്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മെയിൻ കോഡിന്റെ കൂടെ എക്സ്ക്ലൂഡ്സ് 2 കൊടുത്തിരിക്കുന്ന കോഡ് നമുക്ക് കോഡ് ചെയ്യാം. ചില കണ്ടീഷൻസിൽ മാത്രം, അത് ഡോക്ടർ ഡോക്യുമെന്റേഷനിൽ പ്രത്യേകം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മെയിൻ കോഡിന്റെ കൂടെ എക്സ്ക്ലൂഡ്സ് 2 കോഡ് ചെയ്യാം. എക്സ്ക്ലൂഡ് 1 ആണെങ്കിൽ ഒരിക്കലും കോഡ് ചെയ്യരുത്. ഇത് നമ്മൾ ഗൈഡ് ലൈൻസിൽ കണ്ട വേറൊരു കാര്യമാണ് ഇൻക്ലൂഡ്സും എക്സ്ക്ലൂഡ്സും. അപ്പം ഇൻക്ലൂഡഡ് നോട്ട് എന്ന് വെച്ചാൽ എന്തോ, ഈ കോഡിനകത്ത് ഇപ്പോൾ ഇഞ്ചുറീസ് ടു ഹെൽത്ത്, അപ്പം S00 to S09, അപ്പോൾ ഇത്രയും കോഡ്, ഈ കോഡിനകത്ത് ഇത് ഇത്രയും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇഞ്ചുറീസ് ടു ഇയർ, ഇത് ഇത്രയും കാര്യങ്ങൾ ഈ കോഡിനകത്ത് തന്നെ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഇൻക്ലൂഡ്സ് എന്ന് എല്ലാം ഉൾപ്പെടുന്നുണ്ട്. അപ്പം എക്സ്ക്ലൂഡ്സ് 2 എന്ന് വെച്ചാൽ, ഈ എക്സ്ക്ലൂഡ്സ് 2 എന്ന് പറഞ്ഞാൽ ഇത്രയും കോഡ്സ് ഉണ്ടല്ലോ, എക്സ്ക്ലൂഡ്സ് 2 കൊടുത്തിരിക്കുന്ന കോഡ്സ് ഒരിക്കലും നമ്മൾ മേലിലുള്ള കോഡിനകത്ത് കോഡ് ചെയ്യരുത്. എക്സ്ക്ലൂഡ്സ് എന്ന് പറഞ്ഞാൽ നോട്ട് കോഡഡ് എന്നാണ്, ഒരിക്കലും കോഡ് ചെയ്യരുത്. ഇനി എന്ന് വെച്ചാൽ പങ്ക്ച്വേഷൻസ് ആണ്. ഇപ്പൊ സ്ക്വയർ ബ്രാക്കറ്റ് ആണെങ്കിൽ, നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് ആണ് തന്നിരിക്കുന്നെങ്കിൽ നമ്മൾ അതിന് ലീഡിങ് ടു, അതായത് മാനിഫെസ്റ്റേഷൻ കോഡ് കണ്ടുപിടിക്കാനാണ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നത്. പ്രൈമറി ഡയഗ്നോസിസ് നടത്തുന്നതിന് മുമ്പ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എന്താണെന്നുള്ളത് നമ്മൾ വായിച്ചു നോക്കണം. ലീഡിങ് ടു എന്നാണ് അതിന്റെ മീനിങ്. ഈ സെക്കൻഡ് എന്ന് പറയുന്നത് പാരാന്തസിസ്. അപ്പോൾ പാരാന്തസിസ് എന്ന് പറഞ്ഞാൽ അത് ആൾട്ടർനേറ്റീവ് വേർഡ്സ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്, പകരം എന്നുള്ളത് ആൾട്ടർനേറ്റീവ് വേർഡ്സ് ആയിരിക്കും അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കോളൻ ആണ്, അത് ഇൻകംപ്ലീറ്റ് ആണ്. ആ ടേം, ആ കോഡ് ഇൻകംപ്ലീറ്റ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കി ചെയ്യണം. ഫോർത്ത് എന്ന് പറയുന്നത് സ്ലെൻഡഡ് ബ്രാക്കറ്റ് ആണ്. എപ്പോഴും സ്ലെൻഡഡ് ബ്രാക്കറ്റ് വന്നാൽ ശ്രദ്ധിക്കണം, അതിനകത്ത് 2 കോഡ്സ് കാണും. സ്ലെൻഡഡ് ബ്രാക്കറ്റിനകത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് എപ്പോഴും നമ്മൾ 2 കോഡ് കാണും, അത് ശ്രദ്ധിച്ച് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഒരു കുറച്ച് കൺവെൻഷനും ഗൈഡ് ലൈൻസും കൂടി ഉണ്ട്, അത് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഉടനെ തന്നെ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ICDയുടെ കൺവെൻഷണൽ കോഡിംഗ് ഗൈഡ് ലൈൻസ് ആണ്. അപ്പം എന്തൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞത്? 2 സിഡിന്റെ ടെക്സ്റ്റ് ബുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആൽഫബറ്റിക്കൽ ഇൻഡെക്സും ടാബുലാർ ലിസ്റ്റും. ആൽഫബറ്റിക് ഇൻഡെക്സ് 4 സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ടേബിൾ ഓഫ് ഡിസീസസ് ആൻഡ് ഇഞ്ചുറി, ടേബിൾ ഓഫ് നിയോപ്ലാസം, ടേബിൾ ഓഫ് ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ്, ടേബിൾ ഓഫ് എക്സ്റ്റേണൽ കോസ് ഓഫ് ഇഞ്ചുറി, ഇത്രയാണെന്ന് പറഞ്ഞു. ഇനി പിന്നെ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ കൺവെൻഷണൽ കോഡിംഗ് ഗൈഡ് ലൈൻസ് പറഞ്ഞു, ഫോമാറ്റ്, കോഡിന്റെ ഫോമാറ്റ് ആൻഡ് സ്ട്രക്ചർ പറഞ്ഞു, പ്ലേസ് ഹോൾഡർ പറഞ്ഞു, പിന്നെ എക്സ്ക്ലൂഡ്സ് 1 നോട്ട് പറഞ്ഞു, പിന്നെ ബ്രാക്കറ്റ്സിന്റെ കാര്യം പറഞ്ഞു, പങ്ക്ച്വേഷൻസിന്റെ കാര്യം പറഞ്ഞു, പിന്നെ NEC നോട്ട് എൽസ്വെയർ ക്ലാസിഫൈഡ്, NOS നോട്ട് അതർവൈസ് സ്പെസിഫൈഡ്, ഇതിൻ്റെ എല്ലാ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മെയിൽ ID യിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ മെയിൽ ID എന്ന് പറഞ്ഞാൽ coderscommunity2021@gmail.com എന്നാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ അഡീഷണൽ നോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മെയിൽ ID യിൽ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട്